അപൂർവ നേട്ടവുമായി മലയാളത്തിൻ്റെ മോഹൻലാൽ. നമുക്ക് ആ കാര്യത്തിലേക്ക് വരാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. തുടർന്നും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കാണുമെന്ന പ്രതീക്ഷയോടുകൂടി വളരെ ചുരുക്കി പെട്ടെന്ന് തന്നെ നമുക്ക് ആ കാര്യത്തിലേക്ക് പോകാം. മോഹൻലാലിനെ തേടിയെത്തിയ നേട്ടത്തിൻ്റെ കാര്യം പറയുന്നതിന് മുൻപ് മറ്റൊരു കാര്യം പറയാനുണ്ട്. നമുക്കറിയാം, തുടർ പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ ഏറെ വിമർശനവും ട്രോളുകളും നേരിടേണ്ടി വന്ന മോഹൻലാലിന് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവുമോ എന്ന് പോലും മോഹൻലാൽ ആരാധകർ ഉൾപ്പെടെ സംശയിച്ചിരുന്നു. അമിത പ്രതീക്ഷയിൽ വന്ന ഒടിയനും മരക്കാറും മലൈക്കോട്ടെ വാലിബനും ബാറോസും അക്ഷരാർത്ഥത്തിൽ നിരാശപ്പെടുത്തിയപ്പോൾ സിദ്ദിഖ് ഒരിക്കൽ പറഞ്ഞ പോലെ മോഹൻലാലിൻ്റെ തുടർ പരാജയങ്ങൾ മറയ്ക്കാൻ നല്ലൊരൊറ്റ മോഹൻലാൽ സിനിമ മതി. ജനങ്ങൾ പരാജയങ്ങൾ മറന്ന് മോഹൻലാലിനെ ആഘോഷമാക്കി മാറ്റാൻ അത് ധാരാളമെന്ന്. അതിന് തെളിവായിരുന്നു നേര്. അതുവരെ മോഹൻലാലിനെ നടനെ തള്ളിപ്പറഞ്ഞവർ ഒന്നടങ്കം തിരിച്ചു പറഞ്ഞ സമയമായിരുന്നു നേര് പുറത്തു വന്നപ്പോൾ. പിന്നീട് പ്രേക്ഷകർ അമിത പ്രതീക്ഷയോടെ കാത്തിരുന്ന ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാനായിരുന്നു. സിനിമ വലിയ ചർച്ചയും വിവാദവും ഒക്കെ ആയെങ്കിലും 325 കോടിയോളം കളക്ഷൻ നേടി വമ്പൻ ഹിറ്റായി. ആ മഹാവിജയത്തിന് ശേഷം തരുൺമൂർത്തി സിനിമ തുടരും പ്രേക്ഷകർക്ക് മുൻപിലെത്തി. ആദ്യ ഷോ കഴിഞ്ഞതു മുതൽ ഇതാണ് ഞങ്ങളുടെ ലാലേട്ടൻ, ആ അഭിനയം എവിടെയും പോയിട്ടില്ല, ആർപ്പുവിളികളും സന്തോഷ കണ്ണുനീരും, ലാലേട്ടൻ തകർത്താടി എന്ന അഭിപ്രായത്തോടെ സിനിമ 6 ദിവസം കൊണ്ട് 100 കോടിക്ക് മുകളിൽ എത്തി. അങ്ങനെ തുടരെ 2 സിനിമകൾ 100 കോടിക്ക് മുകളിൽ എത്തുന്ന അപൂർവ നേട്ടവുമായി മോഹൻലാൽ തുടരുകയാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.